Good morning. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ 3 + x = 5. ഓക്കെ, ഇതൊരു ഇക്വേഷനാണ്. ഇതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. ഇനി ഈ ഇക്വേഷനിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണം എക്സ് എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ആ എക്സ് എന്ന് എഴുതാൻ കാരണം നമുക്കതിൻ്റെ വാല്യൂ അറിയില്ല. തൽക്കാലത്തേക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല. ഓക്കെ, നമുക്കപ്പോൾ എന്തെങ്കിലും അറിയാത്തൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എഴുതും, അവിടെ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് എഴുതും. ABCD ഏത് വേണമെങ്കിലും ആകാം. നോർമലി നമ്മൾ എക്സോ വൈയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നോർമലി എഴുതാറെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിന് വേരിയബിൾ എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല, അതിൻ്റെ വാല്യൂ വേരി ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ ഇവിടെ ഈ ഇക്വേഷനിൽ ഒറ്റ വേരിയബിൾ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇക്വേഷൻസാണ് നിങ്ങൾ കറൻ്റ്ലി പഠിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേരിയബിൾസ് വരാം. അപ്പോൾ x + y = 5 ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നപ്പോൾ 2 വേരിയബിൾ വന്നു. ഓക്കെ, എക്സ് എന്നുള്ളൊരു വേരിയബിളുണ്ട്, y എന്നുള്ളൊരു വേരിയബിളും കൂടി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ നമുക്ക് വാല്യൂ അറിയില്ല. ഇത് രണ്ടും അൺനോൺ ആണ്. ഓക്കെ, നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് ഈസി ആയിരുന്നു അല്ലേ? 3 + x 5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 5 - 3 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കണം. ഓക്കെ, ഇത് അവിടെ നമുക്കത് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ എക്സ് വൈ, ഓക്കെ, എക്സും വൈയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആവണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 എടുക്കാം, അപ്പോൾ വൈയുടെ വാല്യൂ 4 എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 എടുത്തു കഴിഞ്ഞാലോ വൈയുടെ വാല്യൂ 3 എടുക്കാം. അതല്ല എക്സിൻ്റെ വാല്യൂ 3 എടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 2 എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 5 എടുക്കാം. എക്സിൻ്റെ വാല്യൂ 5 എന്ന് എടുക്കുന്നെങ്കിൽ വൈയുടെ വാല്യൂ 0 എന്ന് എടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x + y = 5 അല്ലെങ്കിൽ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈനിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഗ്രാഫിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. ആ ഇക്വേഷൻ ഈ ഒരു ഫോമിലായിരിക്കും ഇരിക്കുക. x + y = 5 എന്നുള്ള ഒരു ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ ഈ x + y = 5 എന്നുള്ള ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് ഞാൻ തൽക്കാലം ഒരു ഗ്രാഫ് ഓൾറെഡി ഉള്ളൊരു ഗ്രാഫ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ x + y = 5 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിന്, ഓക്കെ, എക്സ് അല്ലെങ്കിൽ വൈ, ഏതെങ്കിലും ഒരു വേരിയബിളിന് ഒരു വാല്യൂ കൊടുത്ത് നോക്കുക. എന്നിട്ട് മറ്റേ വേരിയബിളിന് എത്രയാണ് വാല്യൂ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ എളുപ്പം വേണമെങ്കിൽ ഒരു എന്താ പറയുക, y = അല്ലെങ്കിൽ x = എന്നും പറഞ്ഞ ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഇതാണെങ്കിൽ y = 5 - x എന്ന് വരാം. ഈ ഇക്വേഷനിൽ ഈ എക്സ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ -x ആകും. അപ്പോൾ y = 5 - x. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് വാല്യൂസ് എഴുതാം. ഇപ്പോൾ എക്സ് വൈ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുകയാണ്. ഓക്കെ, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താകും? y = 5 - 0 എന്ന് വരും. അപ്പോൾ y = 5 എന്ന് കിട്ടും. അതുപോലെ വേണമെങ്കിൽ എനിക്ക് എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 5 കൊടുക്കുകയാണ്. ഓക്കെ,
എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? വൈ ഈക്വൽ ടു 0 എന്ന് വരും. കാരണം 5 മൈനസ് 5 എന്ന് വരും, അപ്പോൾ 0 എന്ന് വരും. എപ്പോഴും 0 കൊടുത്ത് നോക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 0 വേണമെങ്കിൽ ഒരു വേരിയബിളായിട്ട് യൂസ് ചെയ്യാം എപ്പോഴും. അപ്പോൾ നമുക്ക് 2 പോയിൻ്റാണ് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് പോയിൻ്റ് 0,5 എന്നുള്ളത്, ഇത് സെക്കൻഡ് പോയിൻ്റ് 5,0. ഓക്കെ, അതായത് ഫസ്റ്റ് പോയിൻ്റ് 0,5ഉം സെക്കൻഡ് പോയിൻ്റ് 5,0 ആണ്. അപ്പോൾ നമ്മൾ ഈ 2 പോയിൻറ്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ x0,5 എന്നുള്ള പോയിൻ്റ് എക്സിൽ 0, വൈയിൽ 5. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ നമ്മൾ 5 എന്നുള്ള പോയിൻ്റ് എടുക്കണം, എക്സിൻ്റെ കറസ്പോണ്ടിങ് 0 എടുക്കണം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റാണത്, എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 5. ഇനി അടുത്ത പോയിൻ്റ് 5,0 ആണ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 5,0. അപ്പോൾ എക്സ് ആക്സിസിൽ 5 എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ പോയിൻ്റ്, അത് കഴിഞ്ഞ് വൈ ആക്സിസിൽ 0 എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്നില്ല, ഈ പോയിൻ്റ് തന്നെ. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇത് സ്കെയിൽ വെച്ചല്ല വരയ്ക്കുന്നത്, നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വേണം വരാനായിട്ട്. ഇനി ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലൈനിൽ കിടക്കുന്ന പോയിൻറ്റ്സ് നമ്മൾ എടുക്കുകയെന്ന് വെച്ചോ. ഇപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് വൈയിൽ 4ഉം എക്സിൽ 1ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എ എന്നുള്ള പോയിൻ്റ് ആണെങ്കിൽ ഈ എയുടെ കോർഡിനേറ്റ്സ് എന്താണ്? എക്സിൽ 1ഉം വൈയിൽ 4ഉം ആണ്. ഓക്കെ, അപ്പോൾ 1,4 എന്നുള്ളതാണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് 1, വൈ എന്ന് പറയുന്നത് 4 ആണ്. അത് കണ്ടോ, എക്സ് പ്ലസ് വൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. അതുപോലെ ഞാൻ ഇവിടെ ഉള്ളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഈ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൽ 3ഉം വൈയിൽ 2 ആണ്. ഓക്കെ, ബി എന്നുള്ള പോയിൻ്റ്, ബി എന്നുള്ള പോയിൻ്റ് അപ്പോൾ 3,2 ആണ്. ഇപ്പോൾ ഇത് എക്സിൻ്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 2. അപ്പോൾ ഇതാണെങ്കിലും കണ്ടോ, ആ എക്സ് പ്ലസ് വൈ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 5 എന്ന് കിട്ടും. ഓക്കെ, അതായത് 3 + 2 = 5 എന്ന് കിട്ടും. അപ്പോൾ ഈ ലൈനിൽ കിടക്കുന്ന ഏതൊരു പോയിൻറ്റും, ഓക്കെ, ഈ ലൈനിൽ കിടക്കുന്ന ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ആ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും =5 എന്നാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയുള്ള പോയിൻ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇതെത്രയാണ്? എക്സിൽ -1 ആണ്, വൈയിൽ 6 ആണ്. ഓക്കെ, ഇപ്പോൾ ഈ പോയിൻ്റ് പി ആണെങ്കിൽ പി എന്നുള്ള പോയിൻ്റ് എക്സ് -1, വൈ =6. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണെങ്കിൽ ആഡ് ചെയ്ത് എന്താ കിട്ടുക? -1 + 6 എന്ന് പറയുമ്പോൾ നമുക്ക് =5 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഈ ലൈനിൽ കിടക്കുന്ന ഏത് പോയിൻറ്റും ഈ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് LHS = RHS എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ എപ്പോഴും ഒരു ലീനിയർ ഇക്വേഷനിൻ 2 വേരിയബിളിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലൈനിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈനിൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ഈ ലൈൻ 2 സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പോയിൻറ്റ്സ് വേണമെങ്കിലും ഈ ലൈനിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ആ ലൈനിൽ കിടക്കും. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പോയിൻറ്റ്സും ഇതേ ലൈനിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈനിൽ കിടക്കുന്ന പോയിൻറ്റ്സ് എല്ലാം തന്നെ ഈ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഇത് എക്സിൻ്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ 3 + x = 5. അപ്പോൾ x = 2 എന്നുള്ളൊരു ആൻസർ കിട്ടി. പക്ഷേ ഈ ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിളായപ്പോൾ എന്താ സംഭവിച്ചത്? എക്സിനും വൈനും ഒരുപാട് വാല്യൂസ് ഉണ്ട് അല്ലേ, നമുക്ക് ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം എക്സ് പ്ലസ് വൈയുടെ ഒപ്പം ഒരു ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുകയെന്ന് വെച്ചോ, x - y = 5 എന്ന് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വൈയുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് 5 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 4 - 4 വേണ്ട,
സോറി 5 അല്ല 6 ആണെങ്കിലായിരിക്കും 1 വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വാല്യൂസ് വേണ്ട, ഇവിടെ എഴുതിയേക്കുന്ന വാല്യൂസ് തന്നെ നോക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ആദ്യം ഒന്ന് മോഡിഫൈ ചെയ്യാം. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്നുള്ളൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസിൽ നമുക്ക് എന്തൊക്കെയാണ് പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇവിടെ എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാൽ വൈ 4 ആയിരിക്കണം, എന്നാലാണ് 5 മൈനസ് 4 ഈക്വൽ ടു 1 എന്ന് വരാം. അപ്പോൾ വേണമെങ്കിൽ എക്സിന് 5ഉം വൈക്ക് 4ഉം ആകാം. അല്ലെങ്കിൽ എക്സിന് 4 ആയി കഴിഞ്ഞാൽ വൈ 3 ആയിരിക്കണം, എക്സ് 3 ആണെങ്കിൽ വൈ 2 ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എക്സ് 2 ആണെങ്കിൽ വൈ 1 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഈ ലൈനിനും ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ ഈ ഒരു സെക്കൻഡ് ലൈനും കൂടി വന്നപ്പോഴും ആ ലൈനിനും ഒറ്റയ്ക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ ആ ലൈൻ ഇത് ഗ്രാഫിലേക്ക് വരയ്ക്കുകയാണെന്ന് വെച്ചോ, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്നുള്ളത് വരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നു. അല്ല വേണ്ട, ഒന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻ കേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അടുത്തത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ്, എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ എന്ന് എഴുതാം. ഈ വൈനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വാല്യൂ ഇടുവാണ്. അപ്പോൾ വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 പ്ലസ് 0, അതായത് 1 വരും. ഓക്കെ, ഇനി വൈയുടെ വാല്യൂ -1 കൊടുക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ 1 0യും 0 -1ഉം ഇത് 2 പോയിൻറ്റ്സ്. ഓക്കെ, 1 0 0 -1. അപ്പോൾ ഞാൻ ആ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 2 പോയിൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? 1 0യും 0 -1ഉം. ഓക്കെ, അപ്പോൾ ആദ്യം 1 0 നമുക്ക് പ്ലോട്ട് ചെയ്യാം. 1 0 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, 1 0. ഇനി 0, -1 എന്ന് പറയുമ്പോൾ എക്സിൽ 0 വൈയിൽ -1, അപ്പോൾ ഇവിടെ താഴെയുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 ലൈൻ നമ്മൾ ജോയിൻ ചെയ്തിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ലൈൻ ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ യെല്ലോ ലൈനിൽ നമ്മളിവിടെ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സ് അതിൽ വരും. 5 4 4 3 3 2 2 1 ഇതെല്ലാം അതിൽ വരും. ഇപ്പോൾ 5 4 എന്നുള്ള പോയിൻ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു 5 വരുമ്പോൾ വൈ ഈക്വൽ ടു 4 എന്ന് വന്നു. ഓക്കെ, കണ്ടോ, എക്സ് ഈക്വൽ ടു 5ൽ വൈ ഈക്വൽ ടു 4 എന്ന് വന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ കാണിച്ചേക്കുന്ന എല്ലാ പോയിൻറ്റ്സും ഈ സെക്കൻഡ് ലൈനിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഈ 2 ലൈനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ, ഓക്കെ, ആ റെഡ് ലൈനും, അതായത് ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ എക്സ് മൈനസ് വൈ എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷൻ, ആ യെല്ലോ കളറിൽ വരച്ചേക്കുന്ന ലൈന്. അപ്പോൾ ഈ 2 ലൈനും ഒറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3യും ഇവിടെ വൈയിൽ 2 ആണ്. ഓക്കെ, ഇപ്പോൾ 3,2 എന്നുള്ള ഒരു സിംഗിൾ പോയിന്റിൽ ഈ 2 ലൈനും ടച്ച് ചെയ്യും, അല്ലെങ്കിൽ ആ 2 ലൈനും ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഈ 2 ഇക്വേഷനിലും ഈ 2 ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഈ 3 2 എന്നുള്ള ഒറ്റ വാല്യൂവിനാണ് പറ്റുള്ളൂ. ഓക്കെ, കാരണം എന്താണ്? 3 + 2 5 ആണ്, 3 - 2. ഇപ്പോൾ ഇവിടെ എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ വൈക്ക് 2 കൊടുത്താൽ 3 + 2 = 5 എന്ന് വരും. അതുപോലെ ഇവിടെ 3 - 2 = 1 എന്നും വരും. ഓക്കെ, അപ്പോൾ ഈ 3, 2 എന്നുള്ളത് 2 ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മളിതുപോലെ ഇവിടെ പോയിൻ്റ് എഴുതിയപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ 3 2 എന്നുള്ളത് രണ്ടിടത്തും വന്നു. അപ്പോൾ 3, 2 എന്നുള്ളത് രണ്ടിൻ്റെയും സൊല്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഇക്വേഷൻ്റെയും സൊല്യൂഷൻ എന്ന് പറയുന്നത് 3, 2 ആണ്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ എന്തായാലും 2 ഇക്വേഷൻ തരണം, എങ്കിൽ മാത്രമാണ് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം എന്താണ്, ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു സിംഗിൾ ലൈനാണ്.
അപ്പോൾ ആ ലൈന് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടാവും ആ ലൈനിൽ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ഒരുപാട് സൊല്യൂഷൻസ് ആയിരിക്കും, ഒരു സിംഗിൾ സൊല്യൂഷൻ ഉണ്ടാവില്ല. പക്ഷേ 2 ലൈൻ വരുമ്പോൾ ആ 2 ലൈനും ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ് ആ 2 ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ലീനിയർ ഇക്വേഷൻ്റെ ബേസിക്സും അതുപോലെ എന്തുകൊണ്ട് 2 ഇക്വേഷൻ വേണം നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഗ്രാഫിക്കൽ സൊല്യൂഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ നേരത്ത് 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. ഇതുപോലെ y = എന്ന് എഴുതുക, അല്ലെങ്കിൽ x = എന്ന് എഴുതുക. അതിനുശേഷം മറ്റേ വേരിയബിളിനൊരു വാല്യൂ കൊടുക്കുക. അപ്പോൾ എക്സിന് നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ y = 0 എന്ന് കിട്ടും. അങ്ങനെ ഓരോ 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക, ആ പോയിൻറ്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്യുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന വീഡിയോ കൂടി കാണിക്കാം. ഓക്കെ, താങ്ക് യു.